ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ മലയാളമാണ്, കേരള പാഠാവലി. 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ ചാപ്റ്റർ അതായത് ആദ്യ യൂണിറ്റ് വരുന്നത് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാലാണ്. അതിലെ ആദ്യ ചാപ്റ്ററാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠത്തിൻ്റെ വായന, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വായന, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാപ്റ്റർ നോക്കിയാലോ നമുക്ക്? ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. ആദ്യം തന്നെ യൂണിറ്റ് 1 തുടങ്ങുന്നത് ഇളം കാറ്റ് തെല്ലൊന്നു തൊട്ടെന്ന് വന്നാൽ എന്ന ഹെഡിങ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, തലക്കെട്ടോട് കൂടിയിട്ടാണ്. ഇലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാനുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ, മഴക്കാറു കൊണ്ടു മഴത്തുള്ളി വീണു, മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടോരു മാഹേന്ദ്രജാലം, തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും, മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും, കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. വനപർവം എന്ന ജി കുമാരപിള്ളയുടെ കവിതയാണിത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇനി കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു എന്ന് ഒന്ന് ചർച്ച ചെയ്ത് എഴുതുക. ഇതിൻ്റെ ഉത്തരം വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവത്തിൻ്റെ ഉത്തരങ്ങളാണ്, അല്ലെങ്കിൽ ഈ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നോക്കാം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. വായിച്ചു നോക്കാം നമുക്ക്. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നീലക്കുറിഞ്ഞിപ്പൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിലൊരിക്കൽ പൂത്തുലയുന്നു. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ, കിഴക്കൻ മലനിര, മൂന്നാറൊക്കെ പോണവർക്ക് അറിയാം, ആ മലനിരകളിൽ 12 വർഷം, പന്തീരാണ്ടെന്ന് പറഞ്ഞാൽ 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ പോയി ആ ഒരു മനോഹര ദൃശ്യം കണ്ട് ആസ്വദിക്കുക. അത് വളരെ മിസ് ചെയ്യാൻ പാടാത്തൊരു കാഴ്ച കൂടിയാണ് കേട്ടോ. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. അതായത് മൂന്നാറിലെ മലനിരകൾ മുഴുവനായിട്ട് എന്തായിരിക്കും? പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയുള്ള മൂളൽ. ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുണ്ട്. താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അപ്പം നമുക്ക് ആ പൂക്കൾ കാണുന്ന സമയത്ത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണും. തേനീച്ചകൾ, വണ്ടുകൾ അതിൻ്റെ ഇതളിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാം. അവയുടെ നീല കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ. കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. നമുക്കത് കാണുമ്പോൾ പൂക്കൾ ആഹ്ലാദം കൊണ്ട് നൃത്തം ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്.
ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, ചിറകുകളെല്ലാം പറന്നകലുന്നു, ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു, മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു, എല്ലാം നിശ്ചലം, നിശബ്ദം. അപ്പോൾ ആ ഒരു നീലക്കുറിഞ്ഞിയുടെ ഒരു പീരീഡ് ഉണ്ട്, ആ ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ അതൊരു പൂത്തു നിൽക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ ആവും. അതായത് പിന്നെ ഈ ചെടികളുടെ അലങ്കാരങ്ങളില്ല, അതുപോലെ തന്നെ ഈച്ചകളോ അവരുടെ ആരവങ്ങളില്ല, ഒന്നും ഉണ്ടാവില്ല. മലഞ്ചെരിവുകളെല്ലാം സാധാരണ പോലെയാവും, ശൂന്യമായി മാറും. പക്ഷെ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഈ നീലക്കുറിഞ്ഞി പൂത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ വിത്ത് താഴെ ഉണ്ടാവും. മണ്ണിനടിയിൽ ഇനിയൊരു കാലം വരാൻ അത് കാത്തു കിടക്കും. ഇനിയൊരു 12 കാലം കഴിയണം. പിന്നെയും 12 വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അത് മുള പൊട്ടി വരും അല്ലേ? അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴുക്കിക്കൊണ്ട് ഇറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്നു പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. അപ്പോൾ ആ 12 വർഷം കഴിയുമ്പോൾ ആ വിത്ത് എല്ലാം മുളച്ച് ആ ചെടി പുറത്തേക്ക് വരുന്നാണ് പറയുന്നത്. വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി, ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്നു ചിറകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി. നമ്മെപ്പോലുള്ളവർ അമ്പരന്നു കണ്ടു നിൽക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? അപ്പം നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അല്ലെ, ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്? ഒന്ന് മാത്രം എനിക്കറിയാം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞി ആ മലമേടുകൾ, മൂന്നാറിലെ മലനിരകൾ ഒരുങ്ങും ഈ പൂവിനെ വരവേൽക്കാൻ അല്ലേ. ആർക്ക് വേണ്ടിയാണ് ഈ പൂ വിരിയുന്നത്? എല്ലാം നശിപ്പിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയല്ല, നമ്മുടെ പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടി, പ്രകൃതിയിലുള്ളതിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കുന്നവർക്ക് വേണ്ടിയാണ് ആ ഒരു മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. അപ്പോൾ എനിക്കും അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് നീലക്കുറിഞ്ഞിയെക്കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടും. ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലെങ്കിലും അവിടെയെല്ലാം പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ, അച്ഛനമ്മമാർക്കൊപ്പമൊക്കെ പോയിട്ട്, സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴോ അങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോണ സമയത്താണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. മുൻമൊഴി സുഗതകുമാരിയുടെയാണ് ഈ കൃതി. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിനുത്തരങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം വായിക്കാം കണ്ടെത്താം എന്നുള്ളതിൽ നിന്നാണ്. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? ഉത്തരം: കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ നീലക്കുറിഞ്ഞികൾ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിൽ സംഗീതമുണ്ട്. ആയിരം ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലുണ്ട്. ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളങ്കാറ്റിൻ്റെ തഴുകലുണ്ട്. വനദേവതകളുടെയോ ചെറുചോലകളുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. ഇതെല്ലാമാണ് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിലുള്ളത്. എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നീലക്കുറിഞ്ഞി തേൻ നുകർന്ന് ലഹരി പിടിച്ച് വണ്ടുകൾ നീലക്കുറിഞ്ഞി ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. നിർവചനീയമാണ്. ആ വലിയ മലഞ്ചെരിവിൽ മുഴുവൻ നിന്ന് ഇത് വേണ്ട, മുഴുവൻ സ്വന്തമൊന്നും വേണ്ട, നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് തോന്നി. ഈ സൗന്ദര്യ ലോകത്തിലാണ് എല്ലാം മറന്ന് കണ്ണുകൾ കൂപ്പി എഴുത്തുകാരി നിന്നുപോയത്.
കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? ഒരു പുഷ്പോത്സവ കാലം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഉണങ്ങിക്കൊഴിഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നു. പക്ഷേ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകാം. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയുന്നതുവരെ കുറിഞ്ഞി ചെടികൾ വീണ്ടും പൂക്കാനായുള്ള നീണ്ട ഒരു കാത്തിരിപ്പിലാണ്. ഇതിനാലാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് നീലക്കുറിഞ്ഞികളുടെ ഈ മനോഹാരിത. തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്ന് ലേഖിക പറയുന്നു. അത് പാഠത്തിലുണ്ട്. അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ളതിൽ നിന്നാണ്. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം, നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ മൂന്നാറിൽ 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞികൾ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ ആടിക്കളിച്ചു നിൽക്കുന്ന നീലക്കുറിഞ്ഞികളുടെ മനോഹര ദൃശ്യം കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. മൂന്നാർ അതിൻ്റെ മനോഹരമായ പശ്ചാത്തല ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ്. അവിടുത്തെ മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ എന്നിവയെല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മലഞ്ചെരിവുകൾക്ക് മേലെ ഒരു പുതപ്പ് പോലെ നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച അതിശയകരമായിരിക്കും. സുഗതകുമാരി അനുഭവിച്ച പോലെ കോടമഞ്ഞു പുതച്ച നീലപ്പൂക്കൾക്കിടയിലൂടെ നടന്ന് തേൻ നുകരുന്ന ശലഭങ്ങളെ തേടാനും ചെറുകിളികളുടെ പാട്ടുകളും ചിറകടി ശബ്ദങ്ങൾ കേൾക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ചോദ്യം, പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഉത്തരം, പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ശലഭങ്ങളും തുമ്പികളും ചെറുകിളികളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞു ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമായി തീരുന്നു. എന്നാൽ നാം അറിയാത്ത ഒന്നുണ്ട്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു 12 കാലം വീണ്ടും പൂക്കാനായി കാത്തുകിടക്കുകയാണ്. ആ വിത്തുകൾ അതുവരെ നീണ്ട തപസ്സിലാണ്. കുറിഞ്ഞിച്ചെടികൾ. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ നാം ആദ്യം പ്രകൃതി സംരക്ഷകരായി മാറണം. നീലക്കുറിഞ്ഞി വംശത്തിന്റെ നാശത്തിന് കാരണമാവുന്ന ഒരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം. നീലക്കുറിഞ്ഞികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റ് ആളുകളെ ബോധവൽക്കരിക്കുകയും അവിടം സന്ദർശിക്കുമ്പോൾ നീലക്കുറിഞ്ഞികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. പരിസ്ഥിതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഭൂമി വെട്ടിനിരത്താൻ നാം ആരെയും അനുവദിക്കരുത്. പ്രകൃതി ഒരുക്കുന്ന മനോഹര ദൃശ്യങ്ങൾക്ക് നാളത്തെ തലമുറകൾ കൂടി അവകാശികളാണ്. തലമുറകൾ എന്നാണ് കേട്ടോ, തലമുറകൾ ഇവിടെ കൂടി എന്നാണ്. അടുത്തത് ചേർത്തു വയ്ക്കുമ്പോൾ എന്നുള്ളതാണ്. അവയുടെ നീല കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീല കറുപ്പ് മെയ്യാകെ. വണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാ പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്ക് നോക്കാം. അവയുടെ നീലക്കറുപ്പ്, മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു എന്ന വരികളിൽ ആദ്യ വാക്യത്തിൽ നിന്ന് അവസാന വാക്യത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മിഴിവാർന്ന ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. മെയ്യ് എന്ന പദത്തെ നീല, കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒരേ പദങ്ങളുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം അഥവാ വിശേഷണം. ഏതിനെ വിശേഷിപ്പിക്കുന്നു അത് വിശേഷം, എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നു അത് വിശേഷണങ്ങൾ. അപ്പം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. കണ്ടോ,
അപ്പോൾ കറുപ്പ് മെയ് എന്ന് പറയണതിൽ മെയ് വിശേഷ്യമാണ്, കറുപ്പ് വിശേഷണം. മഞ്ഞ പൂമ്പൊടിയിൽ പൂമ്പൊടിയാണ് വിശേഷ്യം, മഞ്ഞ വിശേഷണമാണ്. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണങ്ങൾ പദത്തിനും ആശയത്തിനുമെല്ലാം ഭംഗി കൂട്ടുന്നുണ്ട് എന്നാണ് വേണ്ടത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആവശ്യമുള്ളവർ ഇത് നോട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൽ തന്നെ നമുക്ക് ഇനി ഒരു പത്രവാർത്ത എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കും കൂടി ചെയ്യാനുണ്ട്. അത് ആവശ്യമുള്ളവരും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ഇനിയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്ക് ബാക്കിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഓണം ക്രിസ്മസ് എക്സാം ആനുവൽ എക്സാമിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.